ഞാനൊരു സ്ഥലം വരെ പോവാം. എങ്ങോട്ടാന്നല്ലേ? എങ്ങോട്ടാന്നുള്ളത് വഴിയെ പറയാം. നമ്മളിപ്പോൾ മുല്ലേപ്പടി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഐ തിങ്ക് ഒരു അരമണിക്കൂറോളം കൂടി നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. നിവർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലെങ്കിലും അങ്ങോട്ടത്തേക്ക് എത്താൻ ഒരു 9 മിനിറ്റ് ബാക്കി നിൽക്ക് ഞങ്ങൾ പോകുന്ന വഴി ഒരു അക്വഡേറ്റ് കണ്ടു. അപ്പോൾ കാണാൻ കൊള്ളാവുന്നതുകൊണ്ടും അടിപൊളി എന്താ പറയുന്നത് പ്രകൃതി ഭംഗി ആയതുകൊണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ വന്നേക്കുമോ ഇങ്ങോട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അക്വഡേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കി എന്ത് രസമോ കാണാനായിട്ടെന്ന് അറിയില്ല. കാണുമ്പോൾ തന്നെ ഒന്ന് ഇറങ്ങി കുളിക്കാനായിട്ട് തോന്നും. കൊള്ളാം, അടിപൊളി എന്തായാലും. റിട്ടേൺ വരുന്ന വഴിയാണ്. അപ്പോൾ പോരുന്ന വഴിക്കാണ് ഇതേപോലെ പാടങ്ങളൊക്കെ കണ്ടേട്ടോ. നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം നിറയെ മെട്രോ സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടേ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാനങ്ങ് പാലക്കാട് എത്തിയ പോലെയാണ് കേട്ടോ എനിക്ക് ഫീലായേ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് പാലക്കാട് മിസ്സായി, എൻ്റെ നാട് മിസ്സായി. ഞാൻ വന്നിട്ട് തന്നെ കുറച്ച് ദിവസം ആയിട്ടുണ്ട് നാട്ടിൽ പോയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പാലക്കാടാണ് ഓർമ്മ വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട്. എത്തിയിട്ടുള്ളത് വഴിയഞ്ചിറ അക്വഡക്റ്റിൻ്റെ അടുത്താണ്. ഇവിടെ വന്നപ്പോഴത്തേക്കിനായിരുന്നു ഒത്തിരി ആൾക്കാർ കുളിക്കുന്നതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വെള്ളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറങ്ങി ചാടി കുളിക്കാനൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത്രയും നല്ല തണുപ്പാണ്. ഈ വേനൽക്കാലത്ത് നമുക്ക് ചൂടിനൊക്കെ ഒരു വൻ ആശ്വാസമായിരിക്കും ഇവിടെ. അപ്പോൾ ഈ
കാണുന്നതാണ് അക്വഡക്റ്റിൻ്റെ അടുത്തേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള അക്വഡക്റ്റ് അല്ല, അത് കുറച്ച് അപ്പുറത്തേക്ക് പോകണം കേട്ടോ. അങ്ങനെ അക്വഡക്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഇവിടെ നിയറസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഒരു വാട്ടർഫോളിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, പുലിപ്പാറ വാട്ടർഫോളോ അങ്ങനെ എന്തോന്ന് കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചുറ്റും റബ്ബറുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. എൻ്റെ മോനെ പോളി സ്ഥലം എന്ന് പറഞ്ഞാൽ പോളി സ്ഥലം ഗൂഗിൾ മാപ്പ് നോക്കി പോയതാണ്. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളത് വിചാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ മുന്നൊരിക്കൽ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു വ്യൂ പോയിൻ്റേ ഇല്ലായിരുന്നു കേട്ടോ. ഇത് പക്ഷെ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം നല്ലൊരു വൈബ്, എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആഹാ, എന്താ രസം കാണാനായിട്ട്, അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ആരെങ്കിലും വഴിയഞ്ചിറ വഴിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് വഴിയഞ്ചിറ അക്വഡക്റ്റൊക്കെ ആരെങ്കിലും കാണാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർഫോൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. കുളിപ്പാറ വാട്ടർഫോൾ എന്നാണ് പറയുന്നത്. അടിപൊളി സ്ഥലം. ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ വന്നിട്ടൊന്ന് കുളിക്കാം. അത്രയും നല്ല സെറ്റപ്പ് സ്ഥലം, ഒരു രക്ഷയും, അടിപൊളി. എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് ഞാൻ പറയുള്ളൂ കേട്ടോ. റെഡിയായിട്ട് നിൽക്കുവാണ്. അതിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല, ഇനി വരുന്നവരുണ്ടായാലും പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടണ്ട. കാരണം അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നില്ല. പിന്നെ പാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം വഴുക്കലുണ്ട്, സോ തെന്നി വീഴുന്നത് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചക്കിപ്പാറ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത്യാവശ്യം കാടും പടലും ഒക്കെ ഉണ്ട്. ഇത് ആ കാണുന്നതാണ് ചക്കിപ്പാറ. അങ്ങോട്ടത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. അതാ കുരിശടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോകാൻ കയറാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം കുത്തനെയുള്ളൊരു കയറ്റമാണ്, പോരാത്തതിന് കല്ലും മുള്ളും നിറച്ചുമുണ്ട്. അപ്പം ഇനി വരുന്നവർക്ക് ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ കയറിയാൽ മതി. ഞാൻ കയറുന്നില്ല, നമുക്ക് ഇവിടെ മാത്രം എക്സ്പ്ലോർ ചെയ്താൽ മതി.
വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചബിൾ പ്ലേസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം, ഒന്നങ്ങോട്ട് നോക്കി. ഞാനൊരു കാര്യം തീരുമാനിച്ച്, എന്തായാലും ഇപ്പം ഇത്രയും വന്നതല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ചു. ബാ.